സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം, നമ്മുടെ ഇന്നലെ സുപ്രഭാതത്തിൻ്റെ പാലക്കാട് എഡിഷനിൽ സന്ദീപ് വാര്യരുടെ പഴയകാല സംഘി അനുകൂല പോസ്റ്റുകൾ, മുസ്ലിം സമുദായത്തെ അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രൂപത്തിലുള്ള വളരെ മോശകരമായ പോസ്റ്റുകൾ ഇന്നലെ LDF ഒരു പരസ്യമായിട്ട് സുപ്രഭാതം പത്രത്തിൽ കൊടുത്തു. അത് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രഭാതം പത്രത്തിൻ്റെ ആളുകൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതൊന്നും ആവട്ടെ. ഇവിടെ വിഷയം സന്ദീപ് വാര്യരുടെ പഴയകാല BJP ബന്ധം ഇപ്പോൾ ഉയർത്തിപ്പിടിക്കാനും പാടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. കാരണം അദ്ദേഹം ഖലീഫ ഉമറിനെ പോലെ റളിയല്ലാഹു മനംമാറ്റം വന്നതാണെന്നൊക്കെ, ഇതൊക്കെ ഒരു ചരിത്രം പറയുമ്പം അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കണം. മുമ്പ് ഷാജി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനേക്കാളും വിവരം കുറവാണ് എന്നൊക്കെ പറഞ്ഞ പോലെ മറ്റ് ഒന്നാണ് ഉമർ റളിയല്ലാഹുവിനെ ഈ വിഷയത്തിലേക്ക് വലിച്ചിടുന്നത്. വളരെ മോശകരമായി പോയി. അങ്ങനെയൊക്കെ പറയുന്ന, അങ്ങനെയൊക്കെ പോസ്റ്റുകൾ ഫോർവേഡ് ചെയ്യുന്ന ആളുകളൊക്കെ വളരെ മാപ്പ് പറയേണ്ടവരും തൗബ ചെയ്യേണ്ടവരുമാണ്. അതുപോട്ടെ, നമ്മുടെ വിഷയം ഇവിടെ സന്ദീപ് വാര്യർ മനംമാറ്റം വന്നതല്ലേ. ആ വിഷയത്തിൽ രണ്ട് അഭിപ്രായമുണ്ട്. നമ്മുടെ ചാനലിൽ റിപ്പോർട്ടർമാരൊക്കെ പറയുന്നത് അദ്ദേഹം ഇപ്പോഴും പൂർണ്ണമായും സംഘീബന്ധം വിട്ടിട്ടില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് പഴയ പോസ്റ്റുകൾക്ക് പിൻവലിച്ചുകൂടെ. അതുപോലെ തന്നെ അദ്ദേഹം സീറ്റ് BJPയിൽ മതിയായ പ്രാതിനിധ്യം കിട്ടാത്തത് കൊണ്ടാണ് ആദ്യം CPM-ലേക്ക് വരാൻ ശ്രമിച്ചു. അപ്പം CPM ഒന്നും ഉറപ്പൊന്നും കിട്ടാത്തതുകൊണ്ട്, പാർലമെൻ്ററി രംഗത്ത് ഉറപ്പൊന്നും കിട്ടാത്തതുകൊണ്ട്, കോൺഗ്രസ് അങ്ങനെ ഉറപ്പ് കൊടുത്തത് കൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നതെന്നൊക്കെയാണ് ചാനൽ റിപ്പോർട്ടർമാർ പലരും പറയുന്നത്. ഇനി നമുക്കിവിടെ വേറൊരു വിഷയം, വളരെ പ്രസക്തമായ വേറൊരു വിഷയം ഇവിടെ ചർച്ച ചെയ്യാം. അപ്പോൾ ആ വിഷയം എന്താ വെച്ചാൽ അബ്ദുൽ നാസർ മഅ്ദനിൻ്റെ വിഷയമാണ്. നമുക്കറിയാം, മഅ്ദനി പിന്നെ കോടതി പോലും കുറ്റവിമുക്തനാക്കിയിട്ടും ഇപ്പോഴും രണ്ട് പാർട്ടികൾക്കും മഅ്ദനി എന്ന് പറയുമ്പോൾ ഒരു കണ്ണിലെ കരടാണ്. പലപ്പോഴും ഒരു ഉറപ്പുമില്ലാതെ അബ്ദുൽ നാസർ മഅ്ദനി LDF-ന് പിന്തുണ കൊടുക്കാറുണ്ട്. കോൺഗ്രസും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം ഇപ്പോഴും മഅ്ദനി എന്നൊക്കെ പറയുമ്പോൾ ഒരു തീവ്രവാദ സംഘടന അല്ലെങ്കിൽ തീവ്രവാദി നേതാവ് എന്ന രൂപത്തിലാണ് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹമാകട്ടെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല ചെയ്തികളിൽ തെറ്റുവന്ന പോതിൽ അങ്ങേയറ്റം ഖേദിക്കുന്ന വ്യക്തിയുമാണ്. അതിൻ്റെ പേരിൽ ഇനിയും എന്നെ വേട്ടയാടരുത്, എന്ത് പശ്ചാത്താപം വേണമെങ്കിലും ചെയ്യാവുന്ന രൂപത്തിലൊക്കെ സംസാരിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. മാത്രമല്ല, നമ്മുടെ മതപണ്ഡിതന്മാരൊക്കെ മഅ്ദനിയുമായിട്ട് ഇപ്പം വേദി പങ്കിടാനൊന്നും ഒരു വൈമനസ്യം കാണിക്കാറില്ല. എന്നാൽ മുമ്പ് കാലങ്ങളിൽ നമ്മുടെ മതപണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും നിങ്ങളുടെ റൂട്ട് ശരിയല്ല എന്ന് പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ച് നല്ല ആളായി മാറിയപ്പോൾ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ അദ്ദേഹവുമായിട്ട് വേദി പങ്കിട്ടു. എന്നാൽ ഈ സമയം വരെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും അവരോടൊക്കെ ഒരു ഐത്തം മനോഭാവമാണുള്ളത്. അതിന് ചെറിയൊരു തെളിവാണ് ഞാനിവിടെ ഒരു വീഡിയോ ഘടിപ്പിക്കുക. 7 മാസം മുന്നേ ഒരു ചാനൽ വന്ന, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് അവിടെ റിപ്പോർട്ട്, കോൺഗ്രസ് എങ്ങനെയാണ് PDP-നെ കാണുന്നത് എന്നുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും LDF-നാണ് പിന്തുണ മഅ്ദനി കൊടുത്തത്. അപ്പോൾ UDF-ന് SDPI-ക്കാർ പിന്തുണ കൊടുത്തപ്പം അതിന് മറുപടിയായിട്ട് CPM-ഉം വർഗീയ പാർട്ടിയുമായിട്ട് കൂട്ടുകൂടുന്ന ആളാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി കോൺഗ്രസ് തെളിവായി കൊണ്ടുവന്നത് PDP ഇടതുപക്ഷത്തിന് കൊടുത്ത പിന്തുണയാണ്. അത് രാജ്യവ്യാപകമായിട്ട് പ്രചരണായുധമാക്കാൻ വരെ അവർ ശ്രമിച്ചു എന്ന് പറയുമ്പം, അപ്പോൾ സന്ദീപ് വാര്യർ സംഘീ കൂടാരത്തിൽ നിന്ന് ഇപ്പോഴും FB പോസ്റ്റുകൾ പിൻവലിക്കാതെ കോൺഗ്രസിലേക്ക് വന്നു. 2 ദിവസം കൊണ്ട് നല്ല വിശുദ്ധനായി മാറി കോൺഗ്രസിനും മുസ്ലിം ലീഗിനും. പക്ഷേ മഅ്ദനി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും വിശുദ്ധനല്ല എന്നുള്ളതിന് തെളിവാണ് 7 മാസം മുന്നേ വന്ന ഈ വാർത്ത. എല്ലാവരും ഒന്ന് കേൾക്കാം. UDF SDPI കൂട്ടുകെട്ടെന്ന ആരോപണത്തെ LDF-ന്റെ PDP ബന്ധം പറഞ്ഞ് പ്രതിരോധിക്കാൻ കോൺഗ്രസ്. PDP-യുടെ നിരുപാധിക പിന്തുണ വേണ്ടെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്ന് രമേശ് ചെന്നിത്തല ഇന്ന് വെല്ലുവിളിച്ചു. SDPI-യും PDP-യും ഒരുപോലെ കാണാനാകില്ലെന്നായിരുന്നു പ്രകാശ് കാരാട്ടിന്റെ മറുപടി. SDPI UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതും UDF നേതൃത്വം അവരെ തള്ളിപ്പറയാതിരുന്നതും CPM-ഉം BJP-യും വിവാദമാക്കിയിരുന്നു. UDF തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ദേശീയ തലത്തിൽ തന്നെ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ഗത്യന്തരമില്ലാതെ SDPI പിന്തുണ വേണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. കോൺഗ്രസ് SDPI രഹസ്യബാന്ധവം തുടരുകയാണെന്ന് CPM-ഉം BJP-യും ഒരുപോലെ ആരോപണം തുടരുന്ന സാഹചര്യത്തിലാണ് അബ്ദുൽ നാസർ മഅ്ദനിയുടെ PDP ഇത്തവണ LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചത്. തങ്ങളെ കുറ്റപ്പെടുത്തുന്ന CPM എന്തുകൊണ്ട് PDP പിന്തുണ തള്ളുന്നില്ലെന്നാണ് ചോദ്യം. PDP-യുടെ പിന്തുണ വേണ്ടെന്ന് ഇതുവരെ CPM-ഓ മുഖ്യമന്ത്രിയോ പ്രഖ്യാപിച്ചിട്ടില്ല. വർഗീയ അടിസ്ഥാനത്തിൽ ആളുകളെ ചേരിതിരിവുണ്ടാക്കാൻ മുഖ്യമന്ത്രി നടത്തുന്ന ശ്രമം, പ്രധാനമന്ത്രി നടത്തുന്ന ശ്രമം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. പോപ്പുലർ ഫ്രണ്ടിന്റെ കണ്ടോ, PDP ഇപ്പോഴും വർഗീയ പാർട്ടിയാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഷയിൽ. അപ്പം ഒരു സുപ്രഭാതത്തിൽ
സീറ്റ് BJP മതിയായ പ്രാതിനിധ്യം കിട്ടാത്തതിൻ്റെ പേരിൽ മാത്രം കോൺഗ്രസ് പാളയത്തിലേക്ക് വന്ന സന്ദീപ് വാര്യർ ഖലീഫ ഉമറിനെ പോലെ മനംമാറ്റം വന്ന് ആളാക്കിയായിട്ട് ലീഗിൻ്റെ അണികളും അതുപോലെ കോൺഗ്രസിൻ്റെ അണികളൊക്കെ ചിത്രീകരിക്കുമ്പോൾ മഅദനി എന്നല്ല ഖലീഫ ഉമറിനെ ഇതുവരെ മാതൃകയാക്കിയിട്ടില്ല അവരുടെ ഭാഷയെ. അപ്പോൾ ഇതൊക്കെ എന്തൊരു തോന്നിവാസമാണ്. ഇവിടെ ഇപ്പോഴും ഒരു സവർണ മനോഭാവമാണ്, അല്ലെങ്കിൽ ഇപ്പോഴും വർഗീയത എന്നൊക്കെ പറയുമ്പോൾ അത് മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ന ചിന്താഗതിയാണ് ഇന്നും ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന് അപ്പോസ്റ്റലന്മാരെന്ന് പറയുന്ന മുസ്ലിം ലീഗിന് പോലും ഉണ്ടെങ്കിൽ അവർ പോലും അങ്ങനെ ഒരു ലജ്ജാബോധത്തോടു കൂടിയാണ് ജീവിക്കുന്നത് എന്നപ്പോൾ നമ്മളതിനൊക്കെ പറയാം. അതുകൊണ്ട് ഇത്തരം തിരിച്ചറിവുകൾ ഈ വിഷയത്തിലൊക്കെ സുപ്രഭാതം പത്രത്തെ അമിതമായി കുറ്റപ്പെടുത്തുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്.